Warm welcome, dear students, to our bridge course offered by AAA Commerce Academy. Myself, Jomal Josh, faculty for JAGL and ECIP for CS Executive level at AAA Commerce Academy. സോ നമ്മൾ ഇന്ന് ബ്രിഡ്ജ് കോഴ്സ് നടത്തുന്നതിൻ്റെ മെയിൻ പർപ്പസ് ബ്രീഫ് ചെയ്തുണ്ടാവാം ഈ ഒരു സെഷൻ്റെ ആരംഭം തന്നെ. അപ്പോൾ ഇത് കാണുന്ന വ്യൂവേഴ്സ് ആയിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികൾക്ക് അത് ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം ഗോയിങ് ടു ബ്രീഫ് യു വൈ യു ഷുഡ് സ്പെൻഡ് എ കപ്പിൾ ഓഫ് ഫ്യൂ മിനിറ്റ്സ് ഓഫ് യുവർ വാല്യുബിൾ ടൈം വാച്ചിങ് ദിസ് വീഡിയോ. ബ്രിഡ്ജ് കോഴ്സ് എന്നുള്ളത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ പർപ്പസ് സംഭവം സിമ്പിളാണ്. ഇപ്പം നമ്മളൊരു കോഴ്സിലേക്ക് ആദ്യമായി ജോയിൻ ചെയ്യാൻ പോയിരിക്കട്ടെ, അപ്പം നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും, പാനിക് ഉണ്ടാവും. നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെട്ടെടുത്ത കോഴ്സാന്ന് പറഞ്ഞാലും, എങ്ങനെയൊക്കെ വാട്ട് എവർ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എത്തിപ്പറ്റെന്ന് പറഞ്ഞാലും, ആ കോഴ്സുമായിട്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ലേ? അയ്യോ ഇതൊക്കെ പഠിക്കാനുള്ളതാണോ, അമ്മ ഇതൊക്കെ ഇത്രയും കട്ടിയുള്ള ബുക്ക് പഠിക്കണോ, അയ്യോ ഇതൊക്കെ പഠിച്ച് തീരുമോ, ഇതെല്ലാം കാണാപ്പാഠം പഠിക്കണോ? ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വയമായി ചില കൺസേൺസ് ഉണ്ടായിരിക്കാം. പിന്നെ ദൈവം സഹായിച്ച് ചുറ്റുമുള്ള ഒരുപാട് പേരുണ്ടല്ലോ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി, അല്ലേ? ഈ കോഴ്സാണോ, അയ്യോ അതിൽ ഇന്ന സബ്ജക്റ്റ് ഉണ്ട്, ഭയങ്കര പാടാണ്, അത് പാസ്സായി കിട്ടാൻ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ അയ്യോ ഞാൻ പഠിച്ച ഈ കോഴ്സ് ഇത് ഞാനും പഠിച്ചതാണ്, ഞാൻ ഉള്ള പറയട്ടെ ആ സബ്ജക്റ്റ് ഭയങ്കര ടഫാണ്, അല്ലേ, അതിങ്ങനെയാണ് അതിങ്ങനെയാണ് അതിങ്ങനെയാണ്. സോ ദർ ആർ ഓൾവേസ് പീപ്പിൾ അറൌണ്ട് ടു ഈറ്റ് യുവർ ബ്രെയിൻ ആൻഡ് മേക്ക് യു മോർ കൺഫ്യൂസ് റിഗാർഡിങ് യുവർ ചോയ്സസ്, യുവർ ഡിസിഷൻസ്, റൈറ്റ്? അപ്പം നമുക്ക് ഒരു കോഴ്സിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്? പാനിക് ആയിട്ടാണ്. അയ്യോ ഇത് ശരിയാവോ, സെറ്റാവോ, പണി പാളുവോ? വി വുഡ് ലൈക്ക് ടു മേക്ക് ഷുവർ ദാറ്റ് ഒരു കുട്ടി ഒരു സബ്ജക്റ്റ് നമ്മൾ എക്സിക്യൂട്ടീവ് CS എക്സിക്യൂട്ടീവ് ലെവലിലേക്ക് വരുമ്പം ഓരോ സബ്ജക്റ്റിലേക്ക് എത്തുന്നതിനേക്കാളും മുന്നേ തന്നെ കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവണം. എന്ത് പഠിക്കുന്നു, എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കുക, എങ്ങനെയാവണം നിങ്ങൾ പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ തുടക്കത്തിലെ ക്ലാരിറ്റി ഉണ്ടാവണം. ആസ് എ ഫാക്കൽറ്റി ലെറ്റ് മി ടെൽ സംതിങ് ഡിയർ സ്റ്റുഡൻസ്, നമുക്കൊരു സബ്ജക്റ്റ് അത് ടഫാണോ ഈസി ആണോ എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു മേജർ ഫാക്ടറാണ് എത്രത്തോളം നമ്മളെ സബ്ജക്റ്റ് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് പഠിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ഇപ്പം ഈ അടുത്തൊരു വിവാദം ഉണ്ടായിട്ടുണ്ടല്ലോ മാത്തമാറ്റിക്സിൻ്റെ കേസിലൊക്കെയുള്ള ചില ടോപ്പിക്സിനെ പറ്റിയൊക്കെ. അതിൻ്റെ മെയിൻ കാരണം എനിക്ക് മനസ്സിലായത്, പേഴ്സണൽ എൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ, നമ്മളത് പഠിക്കണമെന്നല്ല, നമ്മൾ എന്തിനു പഠിക്കുന്നു എന്ന് മനസ്സിലാക്കി, അല്ലെ എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാന്ന് പറയും പഠനക്കാർ. അതുപോലത്തെ ഒരു പരിപാടി. ഇപ്പം നമുക്ക് JIGL എന്നുള്ള സബ്ജക്റ്റിൽ തിയറിയാണ്, ലോ ആണ്, നമുക്ക് ഇത്ര അറിയത്തുള്ളൂ. അല്ല, ഒരു കുട്ടി ആദ്യമായി ക്ലാസ്സിൽ വരുമ്പം എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളിൽ കുറച്ച് ഒട്ടുമുക്കാൽ പേർക്കും അറിയാവുന്ന കാര്യം ഇതൊരു തിയറിയാണ്, ഇത് ലോ പഠിക്കാനുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തറിയാം? മിക്കവാറും ക്ലാസ് തുടങ്ങി ഒരു 40% 50% ആയി കഴിയുമ്പോഴായിരിക്കും കുട്ടിക്ക് വരുന്നത്, ഓ ഇതാണില്ലേ സംഭവം എന്നുള്ളത്. അപ്പോൾ 40-50% ആവുന്ന വരെ ഒരു സ്റ്റുഡൻറ്റ് ക്ലാസ് റൂമിൽ അൺസർട്ടൺ ആയിരിക്കുകയാണ്. ലൈക്ക് എന്താ ഇപ്പം നടക്കണേ, ഈ ചാപ്റ്റർ കഴിഞ്ഞോ, അയ്യോ എന്താ. സോ പിന്നെ അയാൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരും, സാർ ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത്, സാർ എനിക്ക് ടെൻഷൻ ആവുന്നു. ഇത്തരത്തിലുള്ള കൺസേൺസ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, അഡ്രസ് ചെയ്യാം. സോ ഐ വുഡ് ലൈക്ക് യു ടു ജെന്റലി ഇൻട്രൊഡ്യൂസ് മൈ സബ്ജക്ട് കോൾഡ് JIGL ആൻഡ് ഐ വുഡ് ലൈക്ക് ടു എൻലൈറ്റൻ യു റിഗാർഡിംഗ് ഹൗ ടു അപ്രോച്ച് ദിസ് സബ്ജക്ട്. ഇസ് ഇറ്റ് സംതിങ് റിയലി എന്താ പറയുക സ്കെയറി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണോ, ഓർ ഈസ് ഇറ്റ് ഈസി ടു ഡീൽ വിത്ത്, അങ്ങനെയാണോ? അതുപോലെ എക്സാമിനേഷൻ എന്ത് പാറ്റേൺ ക്വസ്റ്റ്യൻ വരും, ഹൗ വിൽ ഐ ബി ടീച്ചിങ് മെത്തഡോളജി എന്താണ്, തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ ആയി കണ്ടല്ലോ വൈ ദിസ് ബ്രിഡ്ജ് കോഴ്സ് ഇസ് റിലവൻ്റ് എന്നുള്ളത്. ഓക്കെ, ഇതിൽ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ ബേസിക് ആയിട്ടും ഇപ്പോഴും അഡ്വാൻസ് ആയിട്ട് പറയാണ്. ഇനി അങ്ങോട്ടുള്ള മിനിറ്റുകളിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം ഐ വുഡ് ലൈക്ക് ടു കൺവേ യു ഓർ കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു ഇസ് ദാറ്റ് what exactly is JIGL, how am I going to teach you JIGL in the classroom, and what will be my methodology, and how do you approach, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ വെൽക്കം, ലെറ്റ്സ് ഗോ. ഈ സബ്ജക്റ്റ് ഗ്രൂപ്പ് 1 പേപ്പർ നമ്പർ 1 ആണ്. സോ തെങ്ങ് ചതിക്കില്ല എന്ന് പറഞ്ഞ പോലെ JIGLും ചതിക്കില്ല. കാരണം ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ലോസ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലോസ് ആണ്. ടെക്നിക്കാലിറ്റിയേക്കാളേറെ ഒരു ലീഗൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതിൻ്റെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഉദ്ദേശം. ഒരു കമ്പനി സെക്രട്ടറിയെ സംബന്ധിച്ച് എന്തിനാണ് സാർ JIGLന്റെ പഠിത്തം, എന്താണ് ആവശ്യം? അതൊരു റിലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ എല്ലാത്തിനും ഉള്ള സാധനം ഒന്നിച്ച് പഠിപ്പിക്കുന്നതല്ല. അതായത് ഭാവിയിൽ ഒരു എഞ്ചിനീയർ ആവേണ്ടവനും, ഭാവിയിൽ ഡോക്ടർ ആവേണ്ടവനും, ഭാവിയിൽ CA-കാരനാവേണ്ടവനും, CS-കാരനാവേണ്ടവനും, ഭാവിയിൽ സയൻറ്റിസ്റ്റ് ആവേണ്ടവനും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണ് സ്കൂളിൽ പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഭാവിയിൽ എങ്ങനെ ഉപയോഗപ്പെടുന്നു വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഭാവി നമ്മൾ എന്തായി തീരുന്നുള്ളതാണ്.
എന്നോട് ചോദിക്കുവാണ് ട്രിഗണോമെട്രി പഠിച്ചുകൊണ്ട് എനിക്കെന്ത് ഗുണമെന്ന് വെച്ചാൽ എനിക്കൊരു ഗുണം ഉണ്ടായിട്ടില്ല. കാരണം ട്രിഗണോമെട്രി അത് ഫ്യൂച്ചറിലേക്ക് ട്രിഗണോമെട്രി സംബന്ധമായിട്ടുള്ള എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ സയന്റിഫിക് സ്റ്റഡീസ് ഉള്ളവർക്ക് അത് ഉപയോഗപ്പെട്ടേക്കാം. പക്ഷേ കൊമേഴ്സ് സ്ട്രീമിലേക്ക് വന്ന എനിക്ക് ട്രിഗണോമെട്രി കൊണ്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഓക്കെ, സാറിന് ഞാൻ സ്കൂൾ പാഠ്യപദ്ധതിയെ കുറ്റപ്പെടുത്തുന്നതല്ല. കാരണം പിന്നെ രണ്ടാമത്തെ പോയിന്റ് അല്ല എന്ത് ചെയ്യണം, ട്രിഗണോമെട്രി പഠിപ്പിക്കുമ്പം ഇതുപോലെ തന്നെ ബ്രിഡ്ജ് കോഴ്സ് വെച്ചിട്ട് എന്താണ് ട്രിഗണോമെട്രി, അതിന്റെ പ്രാക്ടിക്കൽ ആവശ്യം എന്തൊക്കെയാണെന്നുള്ള സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു തന്നിട്ട് പഠിപ്പിച്ചാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. സോ ബ്രിഡ്ജ് കോഴ്സിന്റെ റിലവൻസ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി അവിടെ നിന്നാണ്. അന്നൊരു ബ്രിഡ്ജ് കോഴ്സ് ഇതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിനും ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട്. JIGL എന്ന സബ്ജക്റ്റിലെ അതിന് 3 പാർട്ട് കണ്ടോ. ജൂറിസ്പ്രുഡൻസ് ഒരു പാർട്ടാണ്, ഇന്റർപ്രിട്ടേഷൻ വേറൊരു പാർട്ടാണ്, ജനറൽ ലോസ് വേറൊരു പാർട്ടാണ്. സോ എന്താണ് ഈ ജൂറിസ്പ്രുഡൻസ്? ജൂറിസ്പ്രുഡൻസ് എന്നുള്ള വാക്കിന്റെ ഒരു മീനിങ് ഇത്രയേ ഉള്ളൂ, സ്റ്റഡി ഓഫ് ലോ എന്നാണ്. നമ്മൾ നിയമത്തെ പറ്റിയുള്ള പഠനമാണ് ജൂറിസ്പ്രുഡൻസ്. ഓക്കെ, സോ വാട്ട് ഈസ് ലോ, വാട്ട് ആർ ദ സോഴ്സ് ഓഫ് ലോ, വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് ലോ തുടങ്ങിയാണ് അതിന്റെ മീനിങ്. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ വേണ്ട, അതായത് അതിന്റെ മീനിങ് അണ്ടർസ്റ്റാൻഡിങ് ലോ എന്നാണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ജൂറിസ്പ്രുഡൻസ്, സ്റ്റഡി ഓഫ് ലോ. ഓക്കെ, സെക്കൻഡ് വൺ ഇന്റർപ്രിട്ടേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ലോ ഇൻ ദ റൈറ്റ് സെൻസ്, അതാണ് എൻ്റെ മീനിങ്. ഓക്കെ, ആൻഡ് തേർഡ് പാർട്ടിൽ കുറെ ജനറൽ ലോസ് പഠിക്കാനുണ്ട്. ജനറൽ ലോസ് ആസ് ഇൻ കോമൺ ആയിട്ട് ഒരു കമ്പനി സെക്രട്ടറി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിയമങ്ങളും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ അതിൽ കോൺട്രാക്ട് ആക്ട് വരുന്നുണ്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്തിനേറെ പറഞ്ഞു BNS, BNSS, BSA, മനസ്സിലായിട്ടില്ലേ? നമ്മുടെ പഴയ IPC, CRPC, CPC ഒക്കെ അല്ലേ, അതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലോ, സ്റ്റഡി ഓഫ് ലോ, പിന്നെ അത്യാവശ്യം കുറച്ച് ജനറൽ ലോസ്, ഇതൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഹൈലൈറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഈ JIGയിൽ പഠിക്കാൻ വേണ്ടി ക്ലാസ്സിലേക്ക് വരുമ്പം നമുക്ക് ഓരോ ഫാക്കൽറ്റീസിനും ഓരോ സ്റ്റൈലുണ്ട്, ഓരോ ടീച്ചിങ് മെത്തഡോളജി ഉണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ. അതിൽ ഇതാണ് റൈറ്റ്, ഇതാണ് റോങ് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് എല്ലാവരുടെയും കംഫർട്ട് എന്താണ്, നമ്മളത് ചെയ്യാം. സോ ഇൻ മൈ ക്ലാസ്, ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ ഫിസിക്കലി ഒരു ഓഫ്ലൈൻ ക്ലാസ് എൻ്റെ മുന്നിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എന്ത് പറയുന്നോ അതിവിടെ ഞാൻ പറഞ്ഞുതരാം. മക്കളെ, ഒന്നാമത്തെ പോയിന്റ്, ലോ ഒരിക്കലും കാണാപ്പാഠം പഠിക്കരുത്. അതുകൊണ്ട് ഇത് കാണാപ്പാഠം പഠിക്കേണ്ട ഒരു പേപ്പറാണെന്ന് കരുതി ആരും വന്നിരിക്കേണ്ട. നോ, വളരെ മിനിമലായിട്ടുള്ള, വളരെ മിനിമലായിട്ടുള്ള നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്ന കുറച്ച് കാര്യം മാത്രം ബൈ ഹാർട്ട് ചെയ്യാനുള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം ദാറ്റ് ഈസ് ലെസ് ദാൻ 1% ഐ തിങ്ക്. ബാക്കിയെല്ലാം നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. കൃത്യമായ നിയമ പഠനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, എന്താണ് നിയമം എന്നതിനേക്കാൾ മുന്നേ തന്നെ എന്തിനാണ് നിയമം, എന്താണ് നിയമം, അതെങ്ങനെ എവിടെ അപ്ലൈ ചെയ്യണം, ഇങ്ങനെ 3 എലമെന്റ് കൃത്യമായ ബ്ലെൻഡ് ചെയ്തിട്ടാണ് റൈറ്റ് ആയിട്ട് ലോ പഠിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇന്ന ലോ ഇന്ന കാര്യം പറയുന്നു. ഓക്കെ, ഇത് ഫോർ എക്സാമ്പിൾ കോൺട്രാക്ട് ആക്ട് പറയുന്നു കൺസിഡറേഷൻ ഇല്ലാത്ത കോൺട്രാക്ട് വോയിഡാണ്. ഇതൊരു നിയമമാണ്, സെക്ഷൻ നമ്പർ 25 വെച്ച് പറയാം. ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ നിയമം ഉണ്ടാക്കിയത്, ഒന്നാമത്തെ പോയിന്റ്. 2, എന്താ നിയമം എന്താണ്. ഓക്കെ, 3, ഇത് എവിടെ അപ്ലൈ ചെയ്യണം, എവിടെ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ 3 എലമെന്റും കൃത്യമായി ബ്ലെൻഡ് ചെയ്താൽ മാത്രമേ സെക്ഷൻ 25 നമുക്ക് വൃത്തിയായിട്ട് പഠിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അല്ല നിങ്ങൾ വരുന്ന പോലെ സെക്ഷൻ 25 കൺസേൺ വേർഡ് ആണ്, സെക്ഷൻ 25 കൺസിഡറേഷനിലെ കോൺട്രാക്ട് വേർഡ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, നമുക്കൊരു കാര്യമില്ല. അതിന് മറ്റൊരു രസം അറിയോ, എക്സാം ക്വസ്റ്റ്യൻസ് വരണതും ഇത് ഞാൻ പറഞ്ഞ 3 ബ്ലെൻഡിലാണ്. എന്താണ് ലോ, എന്തിനാണ് ലോ, എവിടെ അപ്ലൈ ചെയ്യണം, ഈ 3 കീ എലമെന്റ് മക്കളെല്ലാവരും മനസ്സിലോർത്ത് നോക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഫോക്കസ് ചെയ്ത് ഞാൻ ക്ലാസ് എടുക്കുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ലൈക്ക് ദർ ഇസ് എ ലോ, fine, you have to by heart it, note it down, write it down and by heart it. No, I'll be explaining to you what is the purpose of the act in a very common language. ഞാൻ ക്ലാസ്സിലും പറയാറുണ്ട്, നമ്മളൊരു ആക്ട് പഠിച്ചു കഴിഞ്ഞാലേ നമുക്കത് തോന്നും എനിക്കിത് പഠിച്ചു കഴിഞ്ഞു എന്ന്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ ചോദിക്കാറുണ്ട്, ഈ ആക്ട് എന്തിനാണ്, അല്ലെ ഈ നിയമം എന്താണ് പറയുന്നതെന്ന് ഒരു സാധാരണക്കാരനായ മനുഷ്യന്, ഓക്കെ, വളരെ ലീഗൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാത്ത, ഫോർമൽ എഡ്യൂക്കേഷൻ ഒന്നുമില്ലാത്ത നമ്മുടെ നാട്ടിൻ പുറത്തേക്ക് അല്ലെ നമുക്ക് ചുറ്റുമുള്ള സാധാരണക്കാരനായ മനുഷ്യൻ ചോദിക്കുകയാണ്, സർ എന്താണ് ലീഗൽ മെട്രോളജി ആക്ട്, സർ എന്താണ് എസൻഷ്യൽ കമ്മോഡിറ്റി ആക്ട്, അതൊക്കെ ECIP ഉള്ള സബ്ജക്റ്റാണ് അല്ലേ, സർ എന്താണ് കോൺട്രാക്ട് ആക്ട്, എന്താണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, എന്താണ് നെഗോഷ്യബിൾ ആക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയാൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ആക്ട് പഠിച്ചു കഴിഞ്ഞു.
ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ JHയിലേക്ക് വരാം. നമുക്ക് സബ്ജക്റ്റ് നോക്കി ഇപ്പോൾ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. സോ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. സോ ഈ തിങ്ക് അബൌട്ട് ദിസ് ചാപ്റ്റർ. ഓക്കെ, ഒരു ആക്ടിവിറ്റി സ്പെസിഫിക് റിലീഫ് ആക്ട് ചാപ്റ്റർ നമ്പർ 9 ലോ റിലേറ്റഡ് ടു സ്പെസിഫിക് റിലീഫ് അഥവാ സ്പെസിഫിക് റിലീഫ് ആക്ട്. എക്സാമ്പിൾ ആണ്. ഈ ആക്ട് ഞാൻ പഠിപ്പിച്ച് കഴിയുമ്പം എൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയെ സംബന്ധിച്ച് ഇതിലെ കോൺസെപ്റ്റ് എല്ലാം എല്ലാം പഠിച്ചു ഫൈൻ. ബട്ട് ആ കുട്ടിക്ക് ഒരു സാധാരണക്കാരനോട് സ്പെസിഫിക് റിലീഫ് ആക്ട് എന്താണെന്ന് വിശദീകരിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ട് അർത്ഥമില്ലാതായി മാറുകയാണ്. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഞാൻ പറയാം, സ്പെസിഫിക് റിലീഫ് ആക്ട് എന്ന് പറഞ്ഞാൽ ചില കേസുകളിൽ ഒരു വ്യക്തിക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റിലീഫ് വേണം. അതിൽ ഇങ്ങനെയാണ് കാര്യം, അതിങ്ങനെയാണ് കാര്യം. ഇപ്പോൾ ലിമിറ്റേഷൻ ആക്ട് അടുത്ത ചാപ്റ്റർ ആണെങ്കിൽ ലിമിറ്റേഷൻ ആക്ട് എന്ന് വെച്ചാൽ സിവിൽ കേസുകളിൽ കോർട്ടിൽ കേസ് കൊടുക്കാൻ ഇങ്ങനെ ഒരു സാധാരണക്കാരന് മനസ്സിലായ ലെവലിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് നമ്മളിത് പഠിക്കണം. അതിനൊരിക്കലും കാണാപ്പാഠം പഠിക്കരുത്. അതിന് ഞാൻ പറഞ്ഞ പോലെ ഐ എം റിപ്പീറ്റിംഗ് ഫോർ ദ nth ടൈം ഇൻ ദിസ് സെഷൻ. യു ഹാവ് ടു തിങ്ക് അബൌട്ട് 3 പാരാമീറ്റേഴ്സ്. വാട്ട് ഈസ് ലോ ഇൻ ദിസ് റിഗാർഡ്, why there's such a law in this regard, and where shall you apply this law. These are the 3 key elements that you should be keeping in mind when you are learning JIGL in the right approach. Okay, അപ്പോൾ നമുക്കിതിലെ ചാപ്റ്റേഴ്സ് ഒന്ന് പരിചയപ്പെട്ടാലോ. Taking you to chapter number 1, that is source of law. Source of law ഒരു പ്യുവർ തിയറി ചാപ്റ്റർ ആണ്. അത് ലോ എന്ന വാക്കിൻ്റെ പല ആംഗിളിൽ നിന്നുള്ള ഫിലോസഫിക്കൽ ഡെഫിനിഷൻസ്, പല സ്കൂൾ ഓഫ് തോട്ട്സ്, ഓക്കെ, അങ്ങനെ ഒരു ലീഗലായിട്ടുള്ള സംഭവങ്ങളിൽ പ്രീവിയസ് ആയിട്ടുള്ള ആൾക്കാർ പ്രീവിയസ് ഫിലോസഫേഴ്സും സ്കോളേഴ്സും അതിനെ ഡിഫൈൻ ചെയ്ത രീതികൾ തുടങ്ങിയ ഒരു പ്യുവർ തിയറി ചാപ്റ്ററാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ചോദിക്കുന്ന ഏരിയയാണ്. ബേസിക്കലി ഈ ചാപ്റ്റർ ഒരല്പം ഡ്രൈ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതിൽ നമുക്ക് കേസ് ലോ എക്സാമ്പിൾ, ഇത് ലോ അല്ല, ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്ട് ഓർ പ്രൊവിഷൻ, ഇറ്റ് ഈസ് സിംപ്ലി എ ഫിലോസഫിക്കൽ തോട്ട് ആൻഡ് ഒരു ഇൻട്രോ പോലെയാണ്. ദ സെക്കൻഡ് ചാപ്റ്റർ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇൻ എൻറ്റയർ JIGL, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ആസ് യു ക്യാൻ സീ ഹിയർ. ഭരണഘടന എന്നുള്ള ഈ സംഭവം ഞാൻ എപ്പോഴും ഒരു ക്ലാസ് തുടങ്ങുമ്പം ഒന്നെങ്കിൽ ഞാൻ കോൺട്രാക്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ദിസ് ഇസ് മൈ ഫേവറേറ്റ് ചാപ്റ്റർ. ദാറ്റ് മീൻസ് എനിക്ക് അല്പം പാഷനേറ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. വൈ? ബിക്കോസ് നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ് അല്ലേ. ഇപ്പോൾ എൻ്റെ ക്ലാസ് ഇരിക്കുന്ന ഈ ക്ലാസ് കേൾക്കുന്ന എത്ര പേര് വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളവരുണ്ട്, വോട്ട് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, നിങ്ങൾ വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഞാൻ ഒരു യൂട്യൂബ് ബ്ലോഗറായിട്ട് ഒരു മൈക്ക് എടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ഇന്ത്യയിലെ മോസ്റ്റ് സുപ്രീം അതോറിറ്റി ആരാണ്? ഇന്ത്യയിൽ നിയമം ഉണ്ടാക്കുന്ന ആരാണ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ യൂണിയൻ സെൻട്രൽ ഗവൺമെൻറ് ആണോ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ? ആരാണ് മോസ്റ്റ് പവർഫുൾ? ഓക്കെ, ആരാരെ സബോർഡിനേറ്റ് ആണ്? വെരി ലീസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ MLA ഡ്യൂട്ടി എന്തൊക്കെയാണ്? നിങ്ങളുടെ MLA പവേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ വിച്ച് ഇസ് എ സോഴ്സ് ഓഫ് ലോ ഇൻ ഇന്ത്യ? ഇങ്ങനെയുള്ള ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ വോട്ടിംഗ് റൈറ്റിൻ്റെ മീനിങ് തന്നെ ക്വസ്റ്റ്യനബിൾ ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എനാബിൾസ് യു ടു ബിക്കം എ ഗുഡ് സിറ്റിസൺ rather than scoring some 20-30 marks in JIGL in an exam point of view. This chapter is actually going to help you to know more about yourself as a citizen of India and your rights. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒരു എംപവർമെൻ്റ് ആണ് നമ്മുടെ ഉദ്ദേശം. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ തിയറി ചാപ്റ്റർ, ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ആണ്. സോ ദാറ്റ് വിൽ ടേക്ക് അറൗണ്ട് കപ്പിൾ ഓഫ് ഫ്യൂ ഡേയ്സ് ടു ഫിനിഷ്. ഓക്കെ, അപ്പോൾ അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിതിൽ ഒരുപാട് കേസ് ലോസ് പഠിക്കാനുണ്ട്, ഒരുപാട് ഇത് പഠിക്കാനുണ്ട്. ആൻഡ് 100% ഐ ആം അഷ്യൂറിങ് യു, ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങളുടെ കോൺസെപ്റ്റ് ഇതുവരെ ഉണ്ടായിരുന്ന ചിന്താരീതിയെ മാറും. ഈ ചാപ്റ്റർ അങ്ങനെ പ്രത്യേക ചാപ്റ്ററാണ്. അതായത് അങ്ങനെ ആയിരുന്നോ, ഓക്കെ, ഇങ്ങനെ റൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നോ, ഓക്കെ, അതിങ്ങനാണോ, ഓക്കെ. പല ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്യപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, റിസർവേഷൻ എന്തിനാണ്? റിസർവേഷൻ വേണോ? അടുത്ത് കണ്ട സമയമായോ? എന്തിനാണ് റിസർവേഷൻ? അതുപോലെ മീഡിയ, ഈ മീഡിയക്ക് ഇത്ര പവർ ഉണ്ടോ? ശരിക്കും മീഡിയ എന്തായി കാണിക്കുന്നത്? അല്ലെങ്കിൽ ഇത്ര പവർ ഉണ്ടോ? ഓക്കെ, അല്ലെ ഒരു ഫ്രീഡം ഓഫ് സിറ്റിസൺ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പവർ ഉണ്ടോ? തുടങ്ങിയ ഒരുപാട് ക്വയറീസ് ഈ ചാപ്റ്ററിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഐ പേഴ്സണലി ലവ് ടേക്കിംഗ് ദിസ് ചാപ്റ്റർ. തേർഡ് വൺ ഇസ് ഓൾസോ an interesting chapter called ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയും. അതിൻ്റെ അർത്ഥം സ്റ്റാറ്റ്യൂട്ട് എന്ന് വെച്ചാൽ ലോ, ഇന്റർപ്രിട്ടേഷൻ മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അണ്ടർസ്റ്റാൻഡിങ് ലോ എന്നാണ്. സർ, വാട്ട് ഈസ് കോംപ്ലക്സ് അബൌട്ട് ലോ? ഐ മീൻ വൈ ദർസ് എ നീഡ് ഫോർ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലോ? പറയാം. ഇന്റർപ്രിട്ടേഷൻ ആവശ്യമായിരുന്നു എപ്പോൾ അറിയോ?
ഒരു വാക്കിനോ ഒരു സെന്റൻസിനോ ഒന്നിൽ കൂടുതൽ അർത്ഥം കോണ്ടെക്സ്റ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കോണ്ടെക്സ്റ്റിൽ ഈ എന്ത് മീനിങ് എടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഈവനിങ് ആയപ്പോൾ വീട്ടിലാണ്, ഞാൻ അപ്പോൾ ലീവ് എടുത്ത് വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഈവനിങ് ഒന്ന് പുറത്ത് പോകണേ, ഞാൻ ലേറ്റ് ആയിട്ട് വരുവുള്ളൂ. അപ്പം അമ്മ എന്നോട് പറയാണ്, നീ പൊക്കോ, എന്തിനാ എന്നോട് ചോദിക്കുന്നത്, നീ പൊക്കോ, അല്ലെങ്കിൽ നിന്റെ ഇഷ്ടമല്ല ഇവിടെ നടക്കുന്നത്, നീ അങ്ങ് പൊക്കോ, ഇവിടെ ചോദിക്കൊന്നും പറയുന്നത് വേണ്ടല്ലോ, പൊക്കോ, പോയിട്ട് വാ, പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇന്റർപ്രിട്ടേഷൻ്റെ ആവശ്യമുണ്ട്. പൊക്കോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോകണ്ട എന്നുണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ പോയിട്ട് എന്ത് പറ്റി ചോദിക്കുമ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇന്റർപ്രിറ്റ് ചെയ്യണം. ഒന്നുമില്ല മീൻസ് എന്തോ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് റിയൽ ലൈഫിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ഇന്റർപ്രിട്ടേഷൻ്റെ അർത്ഥം എന്താണെന്ന്. ഇതുപോലെ ലോയിലും പല പല കേസുകളുണ്ട്, ഇന്റർപ്രിട്ടേഷൻ്റെ അർത്ഥങ്ങളുള്ള പല കേസുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറട്ടെ. മോട്ടോർ വെഹിക്കിൾ ആക്ട് പറഞ്ഞു ഹെൽമെറ്റ് ഇല്ലാണ്ട് വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാണ്. ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന ആളെ അപ്പോൾ ഹീ എന്ന് ഉപയോഗിക്കുക. മിക്കവാറും എല്ലാ ലോസിലും ഹീ ഉപയോഗിക്കുക. ഹീ ഷാൾ ബി ഇംപ്രിസൺഡ്, അല്ല ഹീ ഷാൾ ബി ലെവിഡ് എ ഫൈൻ, ഹീ ഷാൾ ബി സബ്ജക്ട് ടു എ ഫൈൻ. ഹീ. അതിനർത്ഥം മോട്ടോർ വെഹിക്കിൾ ആക്ട് ലംഘിക്കുന്ന ആണുങ്ങൾക്ക് മാത്രം ശിക്ഷയുള്ളൂ, പെണ്ണിന് ശിക്ഷയില്ലെന്നാണോ? ഷീ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ ഒരു വ്യക്തി ഒരു ലേഡി പറയാണ്, നോക്കൂ സാർ, നിങ്ങൾക്ക് എന്നെ പെനാൽറ്റി ഇടാൻ പറ്റില്ല, ഫൈൻ ഇടാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഹീ ഷാൾ ബി എന്ന് പറഞ്ഞേക്കണം, ഞാൻ ഷീ ആണ്, ഐ ഐഡന്റിഫൈ മൈസെൽഫ് ആസ് ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഷീ എക്സംപ്റ്റഡ് ഫ്രം ഓൾ ദീസ് പെനൽ പ്രൊവിഷൻസ് ആണോ? നോ. അവിടെ ഹീ എന്ന വാക്കിന് ഷീ എന്നോട് അർത്ഥം കൊടുക്കേണ്ടിയിരിക്കുന്നു അല്ലെ? യെസ് ഓർ നോ? അപ്പോൾ ഇതുപോലെ ഒരുപാട് കേസുകൾ ലോ പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു നമുക്ക് നിയമത്തെ വളച്ചൊടിക്കാമല്ലോ. നിയമത്തെ എന്ത് ചെയ്യാം? വളച്ചെടുക്കാം അല്ലേ? നമുക്ക് നമ്മുടെ ഫേവറബിൾ ആയിട്ട് എന്ത് ചെയ്യാം? അതിനെ വളച്ചെടുക്കാൻ പറ്റും. സ്കൂളിന് 150 മീറ്റർ ചുറ്റളവിൽ ഒരു ബാറ് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 150 മീറ്റർ സ്കൂളിന്റെ ബാക്കിൽ നിന്ന് ഞാൻ അളക്കുവാണെങ്കിലും സ്കൂളിന്റെ ഫ്രണ്ടിലത്തെ ഗേറ്റിന് അളക്കുവാണെങ്കിലും രണ്ടും വ്യത്യാസം വന്നേക്കാം ദൂരത്തിൽ അല്ലെ? എസോർണോ? അതൊരു എന്താ പറയാ, നിയമത്തെ നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും. 150 മീറ്റർ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, 150 മീറ്റർ എവിടെ നിന്ന് തുടങ്ങുന്നു പറഞ്ഞിട്ടില്ലല്ലോ. കണ്ടാ? അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഇതിൽ തമാശ ചെറിയ സീനാണ് പറഞ്ഞേക്കുന്നത്. സീരിയസ് ആയിട്ടുള്ള വലിയ സീൻസ് വേറെയുണ്ട്. സോ ഞാൻ നിങ്ങളെ കേസ് ലോ വെച്ച് പഠിപ്പിക്കാം. ആ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് വിത്ത് കേസ് ലോ നമ്മൾ പഠിപ്പിക്കാം. ഓരോരോ കേസുകളിലും ഓരോരോ ഡോക്ടറിൻ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്കിതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്നൊരു സംഭവമുണ്ട്. പിന്നെ വരുന്ന ചാപ്റ്ററാണ് ലോ ഓഫ് ടോട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഉദ്ദേശം തെറ്റുകളൊന്നും അല്ല, അറിയാതെ ചെയ്തോ തെറ്റെന്ന് വെച്ചാൽ അതൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല. അതായത് തെറ്റുകളെ നമുക്ക് രണ്ടായി തിരിക്കാം. ക്രിമിനൽ റോങ്ങും ഉണ്ട്, സിവിൽ റോങ്ങും ഉണ്ട്. ക്രിമിനൽ റോങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റേറ്റിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ അപായപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടെ നമ്മൾ അതിനെ മെൻസ് റിയ എന്നൊക്കെ പറയാം. പിന്നെ പറഞ്ഞുതരാം. അതോടെ ചിന്തിച്ചുള്ള ക്രിമിനൽ ലോ എന്നും അല്ലാതെ ചെയ്യുന്നത് സിവിൽ ലോ എന്നും പറയാം. സിവിൽ ലോ സ്വാഭാവികമായിട്ടും പേഴ്സൺ ടു പേഴ്സൺ മാറ്റർ മാത്രമാണ്. സ്വത്ത് തർക്കം, ഡിവോഴ്സ്, ഫാമിലി ഇഷ്യൂ, കോൺട്രാക്ട് ഇഷ്യൂ, ഇതൊക്കെ ഇതാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കാർ ഓടിച്ച് പോകുന്നു, ഓപ്പോസിറ്റ് നിങ്ങളുടെ മുന്നിൽ വേറൊരു കാറുണ്ട്. നിങ്ങൾ അവനെ അപായപ്പെടുത്തണമെന്ന് ഉദ്ദേശത്തോടുകൂടെ കാർ ഓടിച്ച് സ്പീഡിൽ ഓടിച്ച് അവൻ്റെ കാറിൻ്റെ ബാക്ക് കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ അത് ഒരു കുറ്റമാണ്, ക്രൈമാണ്, ക്രിമിനൽ റോങ് ആണ്. എന്നാൽ നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുമ്പം പെട്ടെന്ന് റോഡിൽ എന്തോ ഒരു പാമ്പനെ കണ്ടപ്പോൾ പെട്ടെന്ന് വണ്ടി ഒന്ന് വെട്ടിച്ചപ്പം വേറെ വണ്ടിയെ പോയി ഇടിച്ചു. നിങ്ങൾ അവരെ ഇടിക്കണം എന്ന് ഉദ്ദേശിച്ച ചെയ്തതല്ല, നിങ്ങൾ അവരെ ഉപദ്രവം ചെയ്തതല്ല, ബട്ട് സംഭവിച്ചു പോയി. അറിയാതെ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇതാണ്. പക്ഷേ അറിയാതാണെങ്കിലും ചേട്ടാ സോറി കേട്ടോ, അറിയാൻ ഇടിച്ചോ എന്ന് പറഞ്ഞ പ്രശ്നം കഴിഞ്ഞോ? ഇല്ല. ഇത്തരം മാറ്റേഴ്സ് എങ്ങനെ സോൾവ് ചെയ്യണം? എൻ്റെ വീട്ടിലൊരു കടിക്കുന്ന പട്ടിയുണ്ട്. ഒരു കുരുത്തം കെട്ട പട്ടി. അതാണെങ്കിൽ ചങ്ങലം പൊട്ടിച്ചു വിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ഒരു പശുവിനെ പോയി കടിച്ചു. സോറിനോ? ഞാൻ സോറി പറഞ്ഞ പ്രശ്നം തീരുവോ? ഇല്ല. എൻ്റെ വീട്ടിൽ ഒരു മാവുണ്ട്. ഈ മാവിൻ്റെ ചില്ല അപ്പുറത്തെ വീട്ടിൽ ചാഞ്ഞിക്കാണ്. പലവട്ടം അവർ പറഞ്ഞ് മാവ് മുറിക്കാൻ പറഞ്ഞു, ഞാൻ മുറിച്ചില്ല. ഒരു ദിവസം മഴയത്തി മാവ് മറന്നടിച്ച് വീണ് അപ്പുറത്തെ വീട്ടിൽ വീണ മതിൽ പൊളിഞ്ഞു. സോറിനോ? ഞാൻ മനഃപൂർവ്വം മാവ് അവരെ മതിലേക്ക് ഉന്തിയിട്ടാണോ? അല്ല, ബട്ട് സംഭവിച്ചു പോയില്ലേ? പോയി. ഇത്തരം കേസുകളൊക്കെ എന്ത് ചെയ്യും അല്ലേ? സോറിനോ? അതിനുള്ള നിയമമാണ് ലോ ഓഫ് ടോട്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് CPC അഥവാ സിവിൽ പ്രൊസീജിയർ കോഡ് പഠിക്കാനുണ്ട്. സാർ അതൊക്കെ അഡ്വക്കേറ്റ്സ് പഠിക്കുന്നതല്ലേ? അതെ. നമ്മളും പഠിക്കണോ? വേണം. അതുകൊണ്ടാണല്ലോ ടെക്സ്റ്റ് ഉള്ളത്.
അതിൻ്റെ സർ സി എസ് കാർക്ക് എന്തെങ്കിലും കാര്യം, കാരണം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പല നിയമങ്ങളും ഇത്തരത്തിലൊരു സിവിൽ നാച്ചുറൽ ലോസ് നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കോർട്ട് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് കോടതി നടപടികൾ പ്രൊസീജിയേഴ്സിന് കോർട്ട് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു മിസ് അലൈൻമെന്റ് വരും പ്രൊഫഷണലി. അതുകൊണ്ടാണ് പഠിക്കുന്നത്. പേടിക്കേണ്ടത് മാത്രമല്ല, തൊട്ട് താഴെ ക്രൈം, അതിന്റെ പ്രൊസീജിയേഴ്സ് അഥവാ CRPC, IPC, നമ്മുടെ ഭാഷ പറഞ്ഞ BNS-ഉം BNSS പഠിക്കാനുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്പെസിഫിക് റിലീഫ് ആക്ട് പഠിക്കാനുണ്ട്, ലിമിറ്റേഷൻ ആക്ട് പഠിക്കാനുണ്ട്. ഈ സ്പെസിഫിക് റിലീഫും ലിമിറ്റേഷൻ ആക്ടും ചെറിയ ചാപ്റ്റേഴ്സ് ആണ്, ബട്ട് അഗെയിൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. പിന്നെയുള്ള ചാപ്റ്ററാണ് ആർബിട്രേഷൻ, മീഡിയേഷൻ ആൻഡ് കൺസിലേഷൻ. ഈ മധ്യസ്ഥത വഹിക്കുന്ന കേസുകളൊക്കെ അല്ലേ, അതിൻ്റെ നിയമങ്ങളാണ്. സ്റ്റാമ്പ് ലോ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ രജിസ്ട്രേഷൻ ഓഫ് ഡോക്യുമെന്റ്സ് നടത്തുമ്പോൾ അതിന് മുകളിൽ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കില്ലേ, അതുപോലെ തന്നെ സ്റ്റാമ്പ് പേപ്പറില്ല, മുദ്രപത്രമില്ല, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. രജിസ്ട്രേഷൻ ഓഫ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുദ്രപത്രം കൊണ്ട് രജിസ്റ്റർ ചെയ്യുന്ന കേസ് ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്തൊക്കെയാണ് തുടങ്ങിയ സംഭവങ്ങളാണ്. ഓക്കെ, അതിൽ ഗിഫ്റ്റ്, ലീസ്, ഡീഡ് തുടങ്ങിയ സംഭവങ്ങളുണ്ട്. പിന്നെ RTA, വിവരാവകാശ നിയമം. ഈ JAGL ക്ലാസ്സിൽ കിട്ടുന്ന ഏറ്റവും വലിയ ബോണസ് ആയിട്ട് ഞാൻ പറഞ്ഞത്, ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പഠിക്കാം, പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റി ഒരുപാടുണ്ട്. ഓക്കെ, ഈവൻ ഇഫ് യു ആർ നോട്ട് എ CS സ്റ്റിൽ ഇസ് യൂസ്ഫുൾ ടു യു. രണ്ട് RTA, ഈവൻ ഇഫ് യു ആർ നോട്ട് എ CS സ്റ്റിൽ ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു യു. വിവരാവകാശ നിയമം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ IT ആക്ട് എന്ന് പറയുമ്പോൾ അറിയാലോ, ഇപ്പം ഒരുപാട് സോഷ്യൽ മീഡിയ ആർട്ട് വരുന്നതല്ല, അപ്പോൾ അതുകൊണ്ട് IT ആക്ടും റെലവൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് 3 ലോസ് ഉണ്ട്: കോൺട്രാക്ട്, സെയിൽ, നെഗോഷ്യബിൾ. ഈ കോൺട്രാക്റ്റും സെയിലും നെഗോഷ്യബിളും എന്നുള്ള ഈ 3 ചാപ്റ്റേഴ്സ് ജനറൽ ലോസ് ആണ്. മെയിൻ സാധനം കോൺട്രാക്റ്റും സെയിലും ആണ്. കോൺട്രാക്ട് വെച്ചാൽ 2 വ്യക്തികൾ തമ്മിൽ എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റുകളുടെ ഗവേൺ ചെയ്യുന്ന നിയമമാണ്. അതെന്താവണം, എങ്ങനെയാവണം, എന്തൊക്കെ കണ്ടന്റ് ഉണ്ടാവണം തുടങ്ങിയ സംഭവങ്ങളാണ്. ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആണ്. സെയിൽ ഓഫ് ഗുഡ്സ് അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് ദെൻ വി ഹാവ് ഗോട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, വിച്ച് ഐ പേഴ്സണലി തിങ്ക് ലൈക്ക് ഇറ്റ് ഷുഡ് ബി, എന്താ പറയുക, ചെക്ക് എന്ന ഏരിയ ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ പ്രസക്തി ഇല്ല, ബട്ട് എന്നാലും നമുക്ക് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, സോ ഇത് 18 ചാപ്റ്റേഴ്സ് ആണത്. സാർ ഇതെങ്ങനെ പഠിപ്പിക്കുക? ശരി, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് പ്രിന്റഡ് നോട്ട്സ് ഉണ്ടാവും, പ്ലസ് അതിന് പുറമെ മെയിനായിട്ട് യൂസ് ചെയ്യുക ഇതുപോലത്തെ നോട്ട്സ് ആണ്. ഇപ്പം ഇത് എവിഡൻസ് ആക്ട് BSA, നമ്മൾ ഇതുപോലെ റണ്ണിങ് നോട്ട്സ് ഉണ്ട്. ഈ റണ്ണിങ് ചാർട്ട് കൊടുത്തിട്ടുണ്ടാവും, ഇതുപോലെ ചാർട്ട്സ് ആക്കി കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഇങ്ങനെ പഠിക്കുക, ഇതുപോലെ ചാർട്ട്സ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, കണക്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പം ടെക്സ്റ്റ് ബുക്കിലുള്ള 10, 60, 70 പേജുകളിലെ കണ്ടന്റ് കൊടുത്തുള്ള പേടിക്കേണ്ട. നമ്മൾ ക്ലാസ്സിൽ ഇതുപോലെ ഈ ചാർട്ട് നിങ്ങൾ നോട്ടിലേക്ക് എഴുതുകയും ചെയ്യും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഞാൻ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യും. എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ നോട്ട് നമുക്ക് എഴുതാനുണ്ട്. ഈ നോട്ട് എഴുതിയിട്ട് ഒന്നുകൂടെ അത് റിവൈസ് ചെയ്യും. ഇതാണ് ടീച്ചിങ് മെത്തഡോളജി ദാറ്റ് ഐ ഫോളോ ഇൻ ദ ക്ലാസ്. ഓക്കെ, ചില ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, പ്രിന്റഡ് നോട്ട്സും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ കോൺസെപ്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിനും, അതായത് എക്സാമിനേഷന് ഡെഡ് ഇമ്പോർട്ടൻ്റ് എല്ലാ ചാപ്റ്റേഴ്സിനും ഇതുപോലെ നമ്മൾ റണ്ണിങ് നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ എന്ത് ചെയ്യും, എഴുതി വെക്കും. ഇതിപ്പോൾ ഏതൊരു കുട്ടിക്കും ഈ ലോ പഠിക്കാൻ എളുപ്പത്തിനാണ് ഇപ്പോൾ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എവിഡൻസിൻ്റെ മീൻസ് ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാരഗ്രാഫായിട്ട് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ പഠിക്കാൻ ഒരു മൂഡ് ഉണ്ടാവണമെന്നില്ല, പഠിക്കാൻ തോന്നണമെന്നില്ല. കാരണം നമുക്കൊരു പാനിക് ആയിപ്പോൾ. ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, ടെക്സ്റ്റ് ബുക്കിലെ ഒരു കണ്ടന്റൊക്കെ നമുക്ക് ബേസിക്കലി വായിക്കുമ്പോഴേ നമുക്കൊരു പേടിയാവും. പക്ഷേ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ. പക്ഷേ ടെക്സ്റ്റ് ബുക്കല്ല, അപ്പോൾ അത് അതിൻ്റെതായിട്ട് ഇതിൽ എല്ലാ സംഭവം കൊടുത്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, ടെക്സ്റ്റിൻ്റെ ഒരു പേജ് കണ്ടോ, ഇതൊക്കെ വായിക്കാൻ നമുക്ക് പേടിയാവില്ലേ? അതേസമയം ഇതെന്തുണ്ട്, നമുക്ക് നമ്മുടെ റണ്ണിങ് നോട്ട്സിൽ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും റണ്ണിങ് നോട്ട്സ് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് വെരി ഈസി. ECIPക്കാണെങ്കിലും അതല്ല JIGL ആണെങ്കിലും ഒക്കെ എല്ലാത്തിനും റണ്ണിങ് നോട്ട്സ് ഉണ്ട്. ദീസ് റണ്ണിങ് നോട്ട്സ് ആക്ച്വലി ഹെൽപ്പ് യു ടു സ്റ്റഡി എന്നാണ് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. അതെന്താ അറിയോ സാർ, ഈ റണ്ണിങ് നോട്ട്സിൻ്റെ PDF കിട്ടുമോ? ഇല്ല, PDF കിട്ടില്ല. അത് നിങ്ങൾ എഴുതുക തന്നെ ചെയ്യണം. കാരണം തിയറി പഠിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് നമ്മൾ എഴുതി പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്കിതൊന്നും കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു വട്ടം വൃത്തിയായിട്ട് ആ വൈറ്റ് ബോർഡ് നോക്കി കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ചാർട്ട് വരച്ചെഴുതുമ്പോഴല്ലോ ആ എഴുത്തിൽ നമ്മൾ എന്ത് ചെയ്യും, പല കാര്യങ്ങൾ പഠിക്കും. സോ ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് ഇഫ് ഇറ്റ് യു വാണ്ട് ടു ലേൺ ലോ, നമ്മൾ ഈ എൻറ്റയർ കണ്ടന്റ് മഗ്ഗപ്പ് ചെയ്യുന്നതിന് പകരം മനസ്സിലാക്കുക, ചാർട്ടായിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം, എന്നിട്ടത് വായിച്ച് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റണം. നമ്മൾ ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ടൊരു വഴിയിൽ കൂടെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് കരുതി എന്ത് ചെയ്യണ്ട, ഒരു ഫോർമാലിറ്റി സൈക്കിന് എല്ലാവരും ഫോളോ ചെയ്യുന്ന മണ്ടത്തരം നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് മണ്ടത്തരം സാറേ? മഗ്ഗപ്പ് ചെയ്യുക, കാണാപ്പാഠം പഠിക്കുക, അയ്യോ എന്ന് പറഞ്ഞ് കാണാപ്പാഠം പഠിക്കുക. നോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ നമുക്ക് പഠന രീതി എന്നൊരു സാധനമുണ്ട്. എന്താണ് ഈ പഠന രീതി? സർ, വാട്ട് ഡു യു മീൻ ബൈ ദിസ് സോ കോൾഡ് പഠന രീതി? പറയാം.
നമ്മളിപ്പം ബേസിക്കലി അതെങ്ങനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ട്രൈ ടു ഹെൽപ്പ് യു. സോ ഒരു കാര്യം എല്ലാവരും തെറ്റായ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്ത് 100 പേരുണ്ടെങ്കിൽ അതിൽ 95 പേരും ഒരു കാര്യം ഒരേപോലെ ചെയ്യുന്നു, ബട്ട് അത് തെറ്റായ രീതിയിൽ ചെയ്യുകയാണ്. ഓക്കെ, ബട്ട് 5 പേരത് വ്യത്യസ്തമായിട്ട് ശരിയായ രീതിയിൽ ചെയ്യുന്നു. നിങ്ങൾ ഏത് സൈഡിൽ പോയി നിൽക്കും? 95 പേരും ചെയ്യുന്നത് അതല്ലേ, ഈവൻ തോ ഇറ്റ് ഈസ് എ റോങ് പ്രൊസീജിയർ, ബട്ട് ഐ വിൽ സ്റ്റിക്ക് ഓൺ ടു ദാറ്റ് എന്നാണോ? 5 പേരെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതാണ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് എന്ന് കരുതി ഇവിടെ നിൽക്കുമോ? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ആസ്ക് ആസ് എ പാർട്ട് ഓഫ് ദിസ് പ്രോഗ്രാം. ഓക്കെ, ജിമ്മിൽ പോയ സമയത്ത് ഈ ഡംബൽസ് ഒക്കെ ചെയ്യുമ്പോൾ, ഡംബിൾ വെയിറ്റ് ഹാൻഡിൽ ചെയ്യുമ്പം, ഡംബിൾ ചെയ്യുമ്പം നമ്മൾ ബേസിക്കലി ഇങ്ങനെ 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 ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജിമ്മിൽ പോയപ്പം അധിക ചേട്ടന്മാരും ഇങ്ങനെ ചെയ്യുന്നത് യെസ് പറഞ്ഞു. അതുപോലെ സിറ്റപ്പ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ മൊത്തമായിട്ട് ഇരുന്ന് എഴുന്നേക്കുക ചെയ്യാം. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്, ഞാനും അങ്ങനെ ചെയ്തു. അപ്പോൾ എൻ്റെ ട്രെയിനർ എന്ന് പറഞ്ഞു, അത് നോക്കണ്ട, അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഒരിക്കലും ഫുള്ളായി റിലീസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരിക്കലും മൊത്തമായിട്ട് ഇരിക്കേണ്ട, ഒരു ഹാഫ് പോസ്റ്റിൽ എഴുതിക്കണം. അത് ദാറ്റ് ഇസ് ഇറ്റ് ഓൾ അബൌട്ട്. നമ്മളൊരു കാര്യം തെറ്റായിട്ട് എത്ര വട്ടം ചെയ്തിട്ടും എഫക്റ്റീവ്നെസ് ഉണ്ടാകുന്നില്ല. നിങ്ങൾ എത്ര വട്ടം ചെയ്തെന്ന് വെച്ചോ, തെറ്റായിട്ടുള്ള പ്രൊസീജിയറുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മുടെ സമയം വേസ്റ്റ് ആവും. എഫോർട്ട് ഇട്ടു, സമയം പോയി, വല്ല ഗുണം ഉണ്ടായോ ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാ ചെയ്യണേ? നമുക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്താൽ പോരെ. വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല അതൊക്കെ. ഓക്കെ, വർഷങ്ങളോളം ഒരു ക്രിക്കറ്റ് ബാറ്റ് പിടിച്ച ഞാൻ ബാറ്റ് പിടിക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ. ദിസ് ഹൗ ബാറ്റ് ഹോൾഡ് ചെയ്യുക, ഇങ്ങനെ ഹോൾഡ് ചെയ്യുക, ഇങ്ങനെ. ദിസ് ഹൗ ഐ ഹോൾഡ് ഇറ്റ്. ഓക്കെ, പക്ഷെ ആക്ച്വലി ബാറ്റ് പിടിക്കേണ്ട അങ്ങനെയല്ല എന്ന് ഇത്രയും വർഷമായിട്ട് ഞാൻ പിടിച്ചാൽ ഇനിയിപ്പോൾ എന്നോട് ആരും എനിക്ക് ക്രിക്കറ്റ് ഐ നോ ഹൗ ടു പ്ലേ ക്രിക്കറ്റ് എന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ബട്ട് ആക്ച്വലി ബാറ്റ് ഹാൻഡിൽ ചെയ്യുമ്പം ബോട്ടം ഹാൻഡ് ഇങ്ങനെ ജസ്റ്റ് കൊടുത്താൽ മതി. നമ്മൾ ആ ബാറ്റ് പിടിക്കുമ്പോൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്താൽ മതി, ഇതിങ്ങനെ തൊട്ടാൽ മതി എന്ന് ഈ കോച്ച്, എൻ്റെ ക്രിക്കറ്റിൻ്റെ കോച്ച് ഈ അടുത്ത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലേക്ക് ബാറ്റ് പിടിക്കാൻ പോലും ഇത്ര വർഷത്തെ അറിയത്തില്ലായിരുന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആളുകൾ അങ്ങനെ പലതും പറയും, അതങ്ങനെ ചെയ്യണം, അതിങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നലുണ്ടായേക്കാം പലരും ചെയ്യുന്നതുണ്ടോ, അയ്യോ ഒരു കാണാപ്പാഠം പഠിക്കണം, ഒരു ദിവസം 24 മണിക്കൂർ പഠിക്കണം, ഒരു ദിവസം അങ്ങനെ ചെയ്യണം, ഒരു ദിവസം തലകുത്തുനിന്ന് പഠിക്കണം, ഒരു ദിവസം ഒറ്റക്കാലിന് പഠിക്കണം. ഒരു കാര്യമില്ല കേട്ടോ, ഒരു കാര്യമില്ല. സോ ബ്രിഡ്ജ് ഞാൻ പറഞ്ഞത് അറിയോ, നിങ്ങൾ ഒരുപാട് പാനിക്കാനുള്ള ആവശ്യമില്ല. ഒരു കുട്ടിയെ സംബന്ധിച്ച് JJLന്റെ ബുക്കിന്റെ കട്ടി ഇത്രയും കട്ടിയുണ്ട്. ഇത് കണ്ട് നിങ്ങൾ പാനിക് ആവാൻ ആ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ പാനിക് ആവുകയുള്ളൂ, ഒരു കാര്യമില്ല. പക്ഷെ എൻ്റെ കുറച്ച് എന്താ അറിയോ, ആ ബുക്കിൽ ഇനി ഇത്ര കട്ടിയുള്ള ബുക്കാണെങ്കിലും 100 മാർക്ക് എക്സാമിനേഷന് വരുവുള്ളൂ. ആ 100 മാർക്കിൽ 40 മാർക്ക് കിട്ടിയാൽ പാസ്സാവും, 50 മാർക്ക് കിട്ടിയാൽ സേഫായി, 60 കിട്ടിയാൽ എക്സംഷനായി, 100 കിട്ടിയാൽ നിങ്ങൾ ദൈവമായി. ഓക്കെ, നിങ്ങൾക്ക് ആ ഇത്ര കട്ടിയുള്ള ബുക്കാണെങ്കിൽ ഞാൻ പാനിക്കാവില്ല, കാരണം അതിൻ്റെ അകത്ത് 100 മാർക്കേ ചോദിക്കുള്ളൂ. അതിൻ്റെ അടുത്ത് ആ ബുക്ക് മൊത്തം ഒന്നും പഠിക്കേണ്ട, മൊത്തത്തിൽ നിന്നും കാണാൻ പാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ അകത്ത് ആവശ്യമുള്ള സാധനം എന്താണ്, ഇവർക്ക് എക്സാം റിലവൻ്റ് സംഭവം എന്താണ്, അതങ്ങ് ഫോക്കസ് ചെയ്യാം. ബാക്കി എടുക്കേണ്ട പഠിപ്പിക്കേണ്ട എന്നല്ല, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രം എന്ത് ചെയ്യുക, അത് ഹാൻഡിൽ ചെയ്യുക. എക്സാമിനേഷന് വേണ്ടി മാത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ആ ചാപ്റ്ററിൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം വിസ്മരിച്ച് പോകുക എന്നുള്ളതല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരിക്കലും ഞാൻ ഇന്നേ വരെ ലോ പഠിപ്പിക്കുമ്പോൾ ഒരു കുട്ടിയോട് മോനെ ഈ ചാപ്റ്റർ എക്സാമിനേഷന് വേണ്ടി പഠിക്കാൻ മാത്രമാണ്, അതുകൊണ്ട് നീ കൂടുതൽ ടെക്നിക്കാലിറ്റി ഒന്നും അറിയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ക്ലാസ്സിലിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ചാപ്റ്റർ ബുക്കിൽ ഇട്ടേണ്ട ഉദ്ദേശം പ്രൊഫഷണലിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ എവിടെയെങ്കിലും ഇതിൻ്റെ ആവശ്യം ഉണ്ടാവല്ലോ, അത് ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനോട് ഉറപ്പുവരുത്തും. ഒരിക്കലും നിങ്ങൾ ട്രിഗണോമെട്രി പഠിച്ച പോലെ, അല്ലെങ്കിൽ സൈനും കോഴ്സ് അല്ലെങ്കിൽ മറ്റേ ആംഗിൾ ഡിവൈഡ് പോലെ അതുപോലൊന്നും ഇവിടെ പഠിക്കുന്നില്ല. Because I will make sure that you will at least understand why this chapter is needed in your real life, and at the same time we will always focus on exam point of view നമ്മൾ എന്തൊക്കെ എങ്ങനെയൊക്കെ പഠിക്കണം. ഇതായിരിക്കും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക ഇൻ മൈ ക്ലാസ് റൂം. ദിസ് ഇസ് വാട്ട് ഐ അഷ്യൂർ യു ഇൻ മൈ JIGL ആൻഡ് ദിസ് വാട്ട് മൈ ടീച്ചിങ് റിലീജിയസ്. ഹോംവർക്കുകൾ ജസ്റ്റ് ചില ഡെഫിനിഷൻസും ചില സംഭവങ്ങൾ ഹോംവർക്ക് തരും. ഹോംവർക്ക് തരുന്ന ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഒരു പാട്ട ഹോംവർക്ക് എഴുതുന്നില്ല, ബട്ട് വളരെ കാഷ്വൽ ആയിട്ടുള്ള കുറച്ച് സംഭവം ഹോംവർക്ക് തരും. അത് നിങ്ങൾ എഴുതിക്കൊണ്ട് വരിക എന്ന് പറയുമ്പം 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, നിങ്ങൾ ഹോംവർക്ക് ചെയ്യുന്നു, 2 നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മറിച്ച് നോക്കുന്നു. ഓക്കെ, ഞാൻ ഡെയിലി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം ഡെയിലി ഈവനിങ് പഠിക്കുക, അതിനപ്പുറത്തേക്ക് നിങ്ങളൊന്നും എഫോർട്ട് ഇടണ്ട. ഇപ്പം ഞാൻ ഇന്ന് പഠിപ്പിച്ച കാര്യം നിങ്ങൾക്ക് ഈവനിങ് 2 മണിക്കൂറിൻ്റെ റിവേഴ്സ് ചെയ്ത് തീർന്നിട്ടുണ്ടെങ്കിൽ ബാക്കി സമയം നിങ്ങൾ എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക. ഓക്കെ, ഈ യൂത്തിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ട് ഓഫ് ലൈഫിൽ നിങ്ങൾ JIGL പഠിച്ച് നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല.
ഡെയിലി പഠിക്കുക മക്കളെ, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും നിങ്ങൾ ചെയ്തു തരണ്ട. ഓക്കെ, ബാക്കി ഞാൻ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചോളാം, ക്ലാസ്സിലെ കാര്യം ഞാൻ നോക്കിക്കോളാം. യു ട്രസ്റ്റ് മീ. ഓക്കെ, ഐ വിൽ ഡു ദ നീഡ്ഫുൾ വാട്ട് എവർ യു ഷുഡ് ഡു ഇൻ ദ ക്ലാസ്. അത് പഠിപ്പിച്ചിരിക്കും. നിങ്ങൾ വീട്ടിൽ പോയിട്ട് പഠിക്കുകയല്ല, റിവേഴ്സ് ചെയ്യാണ്, മറക്കരുത്. ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നു, നമ്മൾ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നു, ഇൻക്ലൂഡിങ് മീ. നമ്മൾ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നു, നിങ്ങൾ വീട്ടിൽ നിന്ന് റിവേഴ്സ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ദാറ്റ് റിവിഷൻ പാർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു കുട്ടിക്ക് സബ്ജക്റ്റ് ടഫാണ്. മറ്റൊരു കാര്യം എന്താ അറിയോ, ഒന്ന് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് അല്ലെ കാര്യം മനസ്സിലാക്കാതെ പഠിക്കുന്നത്, ഒന്ന് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് പഠിക്കുന്നത്, വിച്ച് മീൻസ് എനിക്ക് കോഴ്സ് വേണ്ട, അല്ലെ എനിക്ക് സബ്ജക്റ്റ് ഇഷ്ടമില്ല. രണ്ട്, ആ ചാപ്റ്ററിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ചാപ്റ്റർ എന്തിനാണ് മനസ്സിലാകാത്തത്. ഓക്കെ, എസൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് അല്ലെങ്കിൽ മറ്റേ ലിമിറ്റേഷൻ ആക്ട് എന്തിനാണെന്ന് മനസ്സിലാകാത്തവൻ ഒരിക്കലും ലിമിറ്റേഷൻ ആക്ട് എൻ്റെ കണ്ടന്റ് മനസ്സിലാകാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ, മൂന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ക്ലാസ് റൂമിൽ ആബ്സെന്റ് ആവണത്. ഒരു ദിവസം ആബ്സെന്റ് ആയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിളി പോയേക്കാം, കാരണം തലവർഷം എടുത്തിട്ട് ബാക്കിയാണല്ലോ വ്യത്യാസം പഠിപ്പിക്കുക. നാലാമത്തെ പോയിന്റ്, റിവേഴ്സ് ചെയ്യാൻ ക്ലാസ് ചെയ്യേണ്ടത്. ഇന്ന് പഠിപ്പിച്ച കാര്യം വീട്ടിൽ പോയി റിവേഴ്സ് ചെയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതും അപ്പോഴും കിളി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും സബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയോ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. So together we will make sure that things will go as per the right track, and we'll make sure that everybody is going to pass. Okay, so ക്ലാസ്സിൻ്റെ മെത്തഡോളജി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ക്ലാസ് റൂം ലെക്ചേഴ്സ് ഉണ്ട്, പ്ലസ് നിങ്ങൾക്ക് റണ്ണിങ് നോട്ട്സ് എഴുതാനുണ്ടാവും. നിങ്ങൾ എഴുതി തന്നെ പഠിക്കും, ഒട്ടുമിക്ക ചാപ്റ്റേഴ്സ് പഠിക്കും. പ്ലസ് ഓഫ് കോഴ്സ് ചില ചാപ്റ്റേഴ്സ് പ്രിൻ്റ് ഔട്ട് സപ്പോർട്ടീവായിട്ട് തരും. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയലാണ് ഫോക്കസ് ചെയ്യുന്നത്. പേഴ്സണലി മറ്റ് ഗൈഡുകളോ അല്ലെങ്കിൽ മറ്റ് ബുക്കുകളോ, ഈവൻ എനിക്കായിട്ട് സ്വന്തമായിട്ട് ബുക്കുകൾ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. I am always a die-hard believer of the traditional school of thought, whereby ഇൻസ്റ്റിറ്റ്യൂട്ട് ബുക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അതിൻ്റെ മുകളിലേക്ക് എത്താൻ പോകുന്നില്ല. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എൻ്റെ ബുക്ക് പഠിച്ചു പോയിട്ട് പാസ്സായ കിട്ടുന്നത് എനിക്ക് വേണ്ട. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബുക്ക് പഠിച്ചു പോയിട്ട് പാസ്സായാൽ മതി. അതിന് ആ ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ റണ്ണിങ് നോട്ട്സ് ഇടുന്നുണ്ട്. അതിൽ ഈവൻ ആ റണ്ണിങ് നോട്ട്സിലെ വേർഡ്സ് പോലും ടെക്സ്റ്റ് ബുക്കിലെ സെയിം വേർഡ്സ് ആണ്. ഓക്കെ, അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റ് മൊത്തം തിയറിയാണ് വായിച്ച് പഠിക്കാൻ പറ്റില്ല. നമുക്ക് തലക്കാത്ത സാധനം ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ചാർട്ട് വെച്ച് പഠിക്കണം. ആ ചാർട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കും. പ്ലസ് യു ക്യാൻ ഗോ ആൻഡ് റിവൈസ്. ട്രിപ്പിൾ നമുക്ക് JIGLൻ്റെ ക്ലാസ്സിൻ്റെ റെക്കോർഡിങ്സും ഉണ്ടാവും. നിങ്ങൾക്ക് റെക്കോർഡിങ്സ് വേണമെങ്കിൽ എടുത്ത് റെഫർ ചെയ്യാൻ പറ്റും, ക്ലാസ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ റിവൈസ് ചെയ്യാൻ വേണ്ടി. സോ ദാറ്റ് ഇസ് ഹൗ ഐ എം ഗോയിങ് ടു ടീച്ച് യു ദിസ് സബ്ജക്ട് കോൾഡ് JIGL. സോ ഈ ഒരു JIGLലെ നിങ്ങൾക്കൊരു ഐഡിയ സബ്ജക്റ്റിനായി കാണുന്നത് കരുതുന്നു. എന്തൊക്കെ 18 ചാപ്റ്റർ പഠിക്കാനുണ്ട്. 18 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ പല ചാപ്റ്ററും പല വലുപ്പമാണ്. ഓക്കെ, 18 ചാപ്റ്ററോ എന്ന് ചിന്തിക്കേണ്ട, ചിൽ, ആറാംസേ നമ്മൾ അങ്ങനെ പൊക്കോളാം. ഓക്കെ, ചില ചാപ്റ്റർ വലുതാണ്, ചില തീരെ ചെറുതാണ്. സം ചാപ്റ്റേഴ്സ് വിൽ ടേക്ക് ഹാഫ് എ ഡേ ടു ഫിനിഷ്, ആൻഡ് സം ചാപ്റ്റർ ടേക്ക് ഓൺലി 5 days ടു ഫിനിഷ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ചാപ്റ്റർ ടു ചാപ്റ്റർ. അതുപോലെ ഓരോ ചാപ്റ്ററും ഒരേപോലെ അല്ല അപ്രോച്ച് ചെയ്യുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്, വി ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ദാറ്റ് ചാപ്റ്റർ. ഇറ്റ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വിൽ ഗിവ് ദാറ്റ് ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ദാറ്റ് ചാപ്റ്റർ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാ കുട്ടികളും, JIGL അപ്രോച്ച് എല്ലാ കുട്ടികളും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ഹാപ്പി മൈൻഡിൽ പോസിറ്റീവായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുക. ബാക്കി എല്ലാം സെറ്റ് ആയിക്കോളും. വിത്ത് ദാറ്റ് ബീങ് സെഡ്, ഇറ്റ്സ് ടൈം ഫോർ മീ ടു ബിറ്റ് അഡ്യൂറ്റ് യു. എല്ലാവരും ക്ലാസ് റൂം വെച്ച് കാണാം. ഹോപ്പ്ഫുള്ളി ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലേക്ക് വരുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. യു ഹാവ് ചോസൻ എ റൈറ്റ് കോഴ്സ്, യു ഹാവ് ചോസൻ എ വെരി ഗുഡ് കോഴ്സ്, ആൻഡ് ഐ റിയലി ഫീൽ ഹാപ്പി ഫോർ ഓൾ ഓഫ് യു. സോ ദാറ്റ് ഒരു 4-5 വർഷം കഴിയുമ്പം ഓക്കെ CS ക്വാളിഫൈഡ് ആയ പേരിൻ്റെ കൂടെ CS, നിങ്ങളുടെ പേരിൻ്റെ കൂടെ CS എന്നൊക്കെ വെച്ച് കഴിഞ്ഞ് വരുമ്പം ഒരു വലിയ സന്തോഷം തന്നെയാണ്. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആണ്. താങ്ക് യു സോ മച്ച്. വൺസ് അഗൈൻ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.